ഈ ഒരു സൈഡിലോട്ടോ ക്യാമറ ശ്രദ്ധിച്ചു ഞങ്ങളെ അതിങ്ങനെ നമ്മൾ ചലിപ്പിക്കുന്നതനുസരിച്ച് മൊബൈലിൽ ഇതാക്കുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട് ഈ സൈഡേക്ക്. അതുപോലെ ഇതുപോലെ ഈ മുകളിലോട്ടും അതുപോലെ ഈ താഴോട്ടുള്ള ഫങ്ഷന് ഇത് റെഡിയല്ല, ഇത് കംപ്ലൈൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതുപോലെ മുകളിലോട്ടും അതുപോലെ ഇതുപോലെ. ഇനി നമുക്ക് ഒരു 5 വോൾട്ട് പവർ സപ്ലൈ, ഇതിനാവശ്യമായിട്ടുള്ള 5 വോൾട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡാപ്റ്റർ എടുത്ത് നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ. ഓണാക്കിയിട്ടുണ്ട് ഒരു ഓക്കെ നോക്കേ, ഇപ്പോൾ റെഡിയായി. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ റെഡി ആക്കിയതെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ വൈഫൈ ക്യാമറ, ഐ പി ക്യാമറ എന്നൊക്കെ പറയും. അപ്പം ഇതിൻ്റെ കംപ്ലൈൻ്റാണ് ഇത്, ഈ ഫംഗ്ഷന് കംപ്ലൈൻ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തല നമ്മളെ ക്യാമറൻ്റെ അടിയിലോട്ടും മുകളിലോട്ടും ആവുന്നില്ല, പക്ഷേ സൈഡിലോട്ടൊക്കെ എല്ലായിടത്തും പോകുന്നുണ്ട്. ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ രീതിയാണ് ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ കാണാം. എന്തെങ്കിലും മാത്രമേ നമ്മൾ മുകളിലോട്ടുള്ള കാഴ്ചകൾ അതുപോലെ അടിയിലുള്ള സംഭവങ്ങളൊക്കെ കാണാൻ കഴിയുള്ളൂ നമ്മൾ മൊബൈൽ വഴി നിയന്ത്രിച്ചാൽ. അപ്പോൾ ഈ ഒരു ഇത് കംപ്ലൈൻ്റാണ്. അപ്പോൾ ഇത് നിസ്സാരം എന്തെങ്കിലും കംപ്ലൈൻ്റൊക്കെ ഉണ്ടാവുള്ളൂ, നമ്മളിതൊക്കെ ഉപേക്ഷിക്കാറാണ് പതിവ്. ഇതെന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാൽ നമുക്ക് അയച്ചെടുക്കട്ടോ. അപ്പോൾ ഇതെന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാൽ നമ്മൾ ചൈനൻ്റെ സാധനമല്ല, നന്നാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞൊക്കെ ഒഴിവാക്കി കളയാറാണ് പതിവ്. അതേപോലെ നിസ്സാര കംപ്ലൈൻ്റ് ഉള്ളൂ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള രൂപത്തിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഇത് നേരാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇത് കണ്ടോ, ഈ ഒരു യെല്ലോ മഞ്ഞ വയറ് ഇങ്ങനെ വിട്ട് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ പോലെയുള്ള നിസ്സാര കംപ്ലൈൻ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലിപ്പ് വയറുകളൊക്കെ ഇതിൽ ഊരിയെടുക്കാം, അതുപോലെ ക്യാമറ സ്റ്റിപ്പും. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കണം, കാരണം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും വെക്കുന്ന രീതിയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റിപ്പ് വയറും ഉണ്ട്. ഇത് ക്യാമറൻ്റെ കണക്ഷനാണത്, ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നേരെ ഉണ്ട് മുകളിൽ ക്യാമറ ഭാഗം മുകളിൽ എടുക്കാം, അതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിവിടെ കണ്ടങ്ങൾ ഇവിടെ അങ്ങനെ നോക്കിയാൽ കാണും. ഇതും ഓക്കെയാണ് ഈ മോട്ടറിൻ്റെ. അത് കണ്ടോ, 3 വയർ കട്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് കോമൺ ആയിട്ട് പൊതുവേ വരുന്ന കംപ്ലൈൻ്റാണ്, കാരണം ഇത് ക്യാമറ തിരിയുന്ന സമയത്ത് ഉള്ളിൽ വയറുകൾ കെട്ടിപ്പിണഞ്ഞ് കട്ടാവാൻ സാധ്യത ഉണ്ട്. അതുപോലെ സംഭവിച്ചതാണ് ഇതും. വയർ ഉള്ളിൽ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഈ മോട്ടറിലൂടെ പിണഞ്ഞ് കിടന്ന് കട്ടായതാണ്. അപ്പോൾ നിസ്സാര കംപ്ലൈൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്കെൻ്റെ ജോയിൻ്റൊക്കെ ചെയ്ത് ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കട്ടോ. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന സ്ലീവുകളാണ്. ഇത് തമ്മിൽ ഷോർട്ടാതിരിക്കാൻ ഇൻസുലേഷൻ്റെ പകരം സ്ലീവ് എടുത്ത് നമുക്ക് ഇതിലൂടെ ആദ്യം സ്ലീവ് ഒന്ന് കയറ്റാം. ഇതുപോലെ ഓരോ 3 എണ്ണത്തിലോട്ടും സ്ലീവ് കയറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി നോക്കട്ടോ. ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ലഭിക്കാൻ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടണമെങ്കിൽ ആ തൊട്ടുള്ളിടത്തുള്ള ആ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് ഇത് തമ്മിൽ പരസ്പരം കൂട്ടിപ്പിരിച്ച് ഇങ്ങനെ ഇതുപോലെ വയറുകൾ അതിൻ്റേതായ കട്ടുവായ ഭാഗത്ത് കൂട്ടിപ്പിരിച്ച് ഇങ്ങനെ വെക്കാം കേട്ടോ. എല്ലാ വയറുകളും ഇങ്ങനെ മഞ്ഞയും കറുപ്പും ചുവപ്പുമാണ് പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ കൂട്ടി പിരിച്ച് ഇങ്ങനെ കണക്ഷൻ കൊടുക്കാം. അതുപോലെ പരസ്പരം ക്രോസ് കണക്ഷൻ ഒന്നും വരാത്ത കോലത്തിൽ നല്ലവണ്ണം ഇതാക്കുക. അതിന് ശേഷം നമ്മൾ അയൺ ഉപയോഗിച്ച് നിങ്ങളെ കയ്യിൽ സോൾഡറിങ് അയൺ ഇല്ലെങ്കിൽ അങ്ങനെ പിരിച്ചു വിട്ടാലും മതി. ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നല്ലകൂടി ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ സോൾഡറിങ് അയൺ ഉപയോഗിച്ച് സോൾഡർ ചെയ്യണത്. അപ്പോൾ പൊതുവേ വരുന്ന പ്രശ്നമാണത്. നമ്മൾ ആണ്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ ആകുമ്പോൾ ഈ വയർ വിടുന്നതൊക്കെ അതാണ് ഇതിൽ പൊതുവേ വരുന്ന കംപ്ലൈൻറ്റ്.
അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഒഴിവാക്കുമ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നല്ല സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുമ്പ് ഇട്ടിരുന്ന ആ സ്ലീവുകൾ ഒക്കെ ഈ ജോയിൻറ്റിലോട്ട് നീക്കി വെക്കാം കേട്ടോ, കാരണം തമ്മിൽ ഷോർട്ടാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഇങ്ങനെ സ്ലീവ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഇൻസുലേഷൻ ടൈപ്പ് ഇട്ടുകൊണ്ട് ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സ്ലീവുകളൊക്കെ നീക്കി നമ്മൾ സേഫ്റ്റി ആയിട്ടുണ്ട്, ഷോർട്ടാകാതിരിക്കാനുള്ള എല്ലാ കാരണം നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ബേസിലോട്ട് ഇതിൻ്റെ പഴയ പൂർവ്വസ്ഥിതിയിലോട്ട് തന്നെ ഇത് ചെയ്യാം. ഇങ്ങനെ പ്രസ് ചെയ്ത് വയറൊന്നും കുടുങ്ങാതെ നോക്കി കണ്ട് ഇങ്ങനെ താഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ടർ ഒരിക്കലും മാറരുത്. കണക്ടർ മാറിയിട്ടുണ്ടെങ്കിൽ മോട്ടറിൻ്റെ ഓപ്ഷൻ ഇത് മാറുന്നുള്ളൂ. ഇത് ക്യാമറൻ്റെ സ്റ്റിപ്പ് വയർ ക്യാമറൻ്റെ തന്നെയാണ്. ഇതും ഇതിൻ്റെ അയച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അത് ഇതുപോലത്തെ ഡ്രൈവർ മോട്ടറിൻ്റെ ആണ് രണ്ടും. ക്യാമറ അങ്ങോട്ട് തിരിക്കാനുള്ള മോട്ടറിൻ്റെ ആണ്. അങ്ങോട്ട് മാറ്റിയാൽ നമ്മളെ മൊബൈലിൽ ഇത് ചെയ്യുന്ന ഓപ്ഷൻ ഇത് മാറുന്നുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ. ഇതിൻ്റെ പവർ സപ്ലൈ എന്ന് പറയുന്നത് 5 വോൾട്ടാണ്. അതിൻ്റെ അഡാപ്റ്റർ നമ്മൾ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓണാക്കി നോക്കട്ടോ. കുറച്ച് വെയിറ്റിംഗ് വേണ്ടി വരും കേട്ടോ. 2-3 മിനിറ്റൊക്കെ വെയിറ്റിംഗ് ചിലത് എടുക്കാറുണ്ട്. സോറി, ഓക്കെ. ഒരു ചെറിയൊരു മെസ്സേജ്, അതിൻ്റെ ഒന്നൊരു അനൗൺസ്മെൻറ്റും കേൾക്കാം. നമുക്കത് സ്ക്രൂ ചെയ്ത് ഒക്കെ സ്ക്രൂയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാണ് ഇവിടെയാണ് നമ്മൾ ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ത്രെഡ് നമ്മൾ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചു കൊടുത്താൽ തന്നെ സ്ക്രൂവിൻ്റെ ടൈപ്പ് തന്നെയാണ്. അത് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ അതിന് ടൈറ്റ് ആവും. അപ്പോൾ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഞാൻ ചെയ്തിട്ടുള്ള അവിടെ നിന്നുള്ള അഡാപ്റ്റർ നേരെ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഒരു ലൈന് വരുന്നുണ്ട്. അവിടേക്ക് ജസ്റ്റ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഇൻസുലേഷൻ ടൈപ്പൊക്കെ വെച്ച് ഇതാക്കിയതാണ്. അപ്പോൾ ഓണാക്കി കിട്ടുന്നുണ്ട് കേട്ടോ. ഓണാക്കിയപ്പോൾ കണ്ടില്ല നിങ്ങളെ ക്യാമറ. ഇപ്പോൾ അങ്ങനെ റൊട്ടേഷൻ തിരിയുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും. ഓക്കെ, ഇനി നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യണം. ഇതിനൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ, അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ കണക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊബൈലിൻ്റെ കോലം നോക്കണ്ട, അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൊബൈലാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുള്ള ഒരു കാഴ്ചനെ കാണുന്നത്, മുന്നിൽ നിൽക്കുന്ന ആ കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അപ്പോൾ അവൻ പറയണതൊക്കെ കേൾക്കാമല്ലോ നമുക്ക്. അതാണ് നമ്മൾ അങ്ങോട്ട് പറയുന്നതും ഇങ്ങോട്ട് പറയുന്നതൊക്കെ ഇതിലൂടെ കേൾക്കാം. അപ്പോൾ അവിടെ ക്യാമറൻ്റെ മുന്നിൽ നിന്ന് ആര് സംസാരിച്ചാലും നമുക്ക് ഈ മൊബൈലുമായി കേൾക്കാവുന്നതാണ്. അതാണ് ഈ ഒരു ക്യാമറൻ്റെ പ്രത്യേകത, സെക്യൂരിറ്റി. നമുക്ക് ഈ മൈക്കിൻ്റെ ഈ ഐക്കണ് പ്രസ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. കേൾക്കണില്ല? പിന്നെ വീടിൻ്റെ ഉള്ളിലാണുള്ളത് കേട്ടോ. വീടിൻ്റെ ഉള്ളിലുള്ളത്. ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യാം. നമുക്ക് ക്യാമറ അങ്ങോട്ട് തിരിക്കാം. ഇത് മേലിട്ട് ചെറിയൊരു ആങ്ങുണ്ടാവും, കാരണം വൈഫൈൻ്റെ പരിധി വിട്ട കാരണമാണത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ഒരു ഉപകാരപ്രദമായിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.